നിങ്ങൾക്കൊരു ഡേറ്റാ സയന്റിസ്റ്റ് ആവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കാണും. ഒരു ഡേറ്റാ സയന്റിസ്റ്റ് ആവാനുള്ള വഴികളും അതിനു വേണ്ട ടാലൻസുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളതും ഫ്യൂച്ചറിൽ ഒരുപാടധികം സാധ്യതയുള്ള ഒരു കരിയറാണ് ഡേറ്റാ സയന്റിസ്റ്റിൻ്റെ. അപ്പോൾ ഒരു ഡേറ്റാ സയന്റിസ്റ്റ് ആവാൻ നിങ്ങൾക്ക് ചില ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് ആവശ്യമല്ല അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് ഫസ്റ്റ് വൺ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ കേസ് പറയുമ്പം അവിടെ പൈത്തൺ ആണ് എപ്പോഴും ആദ്യത്തെ പടിയിൽ നിൽക്കുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത് വരുന്നത് ആറാണ്. പൈത്തൺ എന്ന് പറയുമ്പം പൈത്തൺ ഇപ്പം മിക്ക ഇൻഡസ്ട്രീസും ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പം പൈത്തണിൽ ഒരുപാട് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ലൈബ്രറീസ് ഉണ്ട്, ലൈക്ക് പാൻഡാസ്, നംപൈ, സൈക്കിറ്റ്-ലേൺ, ടെൻസർഫ്ലോ, പൈടോർച്ച് ഒക്കെ പോലെ ഒരുപാട് ലൈബ്രറീസ് അവൈലബിൾ ആണ്. ആറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആർ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന രണ്ട് ലാംഗ്വേജസ്, അതായത് പൈത്തണും ആറും നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ആറ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ പൈത്തൺ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. രണ്ടാമത്തേതാണ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ലീനിയർ ഓൾജിബ്ര, അതായത് ഡേറ്റാ സെറ്റുകൾ കൈകാര്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ലീനിയർ ഓൾജിബ്ര. പിന്നെ കാൽക്കുലസ് എന്ന് പറയുമ്പോൾ മെഷീൻ ലേണിംഗ് അൽഗോറിതംസ് മനസ്സിലാക്കാൻ കാൽക്കുലസ് അത്യാവശ്യമാണ്. പിന്നെ വരുന്നത് പ്രോബബിലിറ്റി, അതായത് ചാൻസസ് എന്നാണ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരും. അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് ഡേറ്റ അനാലിസിസിനും ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സും വളരെയധികം മാൻഡേറ്ററി ആണ്. പിന്നെ വരുന്നതാണ് ഡേറ്റാബേസ് മാനേജ്മെന്റ്, സീക്വൽ. ഡേറ്റാബേസ് ഇല്ലാതെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഡേറ്റാബേസിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് അറിഞ്ഞിരിക്കണം. ഡേറ്റ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാം, എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം, സോ ഇതൊക്കെ അറിയാന്നുള്ളത് അത്യാവശ്യമാണ്. ഓക്കെ, സോ റിലേഷണൽ ഡേറ്റാബേസ് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ സീക്വൽ അതിനായിട്ട് നമ്മളെ സഹായിക്കും. അടുത്തതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഡേറ്റാ സയൻസിന്റെ ഒരു ഹാർട്ടാണ് ഈ പറയുന്ന മെഷീൻ ലേണിംഗ്. ഓക്കെ, സൂപ്പർവൈസ് ലേണിംഗ്, അൺസൂപ്പർവൈസ് ലേണിംഗ്, പിന്നെ ഡീപ്പ് ലേണിംഗ് ഒക്കെ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ മെഷീൻ ലേണിംഗ് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നതാണ് ഡേറ്റ വിഷ്വലൈസേഷൻ. ഡേറ്റ വിഷ്വലൈസേഷന്റെ കേസിൽ നമുക്ക് ടാബ്ലോ വേണം, ആൻഡ് ദെൻ പവർ ബി ഐ. ഈ ടാബ്ലോ ആൻഡ് പവർ ബി ഐ എന്ന് പറയുന്ന രണ്ട് ടൂൾസ് ആണ്, ഡേറ്റ വിഷ്വലൈസേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ്. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. ഇൻ കേസ് നമ്മളിപ്പോൾ പൈത്തൺ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ മാത്പ്ലോട്ട്ലിബും സീബോണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് അതൊക്കെ പൈത്തൺ ലൈബ്രറീസ് ആണ്. സോ ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രാഫ്സും ചാർട്ട്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അവസാനമായിട്ട് നമുക്ക് വേണ്ട സ്കിൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ടെക്നിക്കൽ സ്കിൽസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണിത്. നിങ്ങൾ കണ്ടെത്തിയ ഇൻസൈറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ സ്കില്ല് വേണ്ടതാണ്. അപ്പോൾ ഒരു ഡേറ്റാ സയന്റിസ്റ്റ് ആവാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് മെത്തഡോളജീസ് നമുക്കിവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ അതിൽ വരുന്ന കുറച്ച് ലേണിംഗ് മെത്തഡോളജീസ് ഞാൻ പറയാം. ഓക്കെ, ഒന്നാമത്തേതാണ് ഓൺലൈൻ കോഴ്സസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പം ഓൺലൈൻ കോഴ്സ് ഒക്കെ ചെയ്യാനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അപ്പം എൻട്രി പോലെയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ ഡേറ്റാ സയൻസിന് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പം അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ബുക്സിന്റെ കേസ്, ഓക്കെ, ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്. അപ്പം ബുക്സ് ഉപയോഗിച്ച് ഡേറ്റാ സയൻസ് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അതിന് ഒരുപാട് ബുക്സ് ഉണ്ട്. അപ്പം അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ആൻ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ്. അപ്പം അത് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. പിന്നെ മറ്റൊരു ബുക്കാണ് ഹാൻഡ്സ് ഓൺ മെഷീൻ ലേണിംഗ് വിത്ത് സൈക്കിറ്റ്-ലേൺ, കെറാസ് ആൻഡ് ടെൻസർഫ്ലോ. ഇതൊക്കെ കുറച്ച് ബുക്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി തുടങ്ങാം. പിന്നെ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരെണ്ണമാണ് പ്രോജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തിയറിറ്റിക്കൽ നോളജ് മാത്രം പോരാ, പ്രോജക്ട്സ് സ്വന്തമായിട്ട് ചെയ്യാനും പറ്റണം. ഓക്കെ, അപ്പോൾ ഡേറ്റാ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റാ സെറ്റ്സ് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുക? അതിനായിട്ട് കേഗിളും UCI മെഷീൻ ലേണിംഗ് പോലെയുള്ള റെപ്പോസിറ്ററീസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് ഡേറ്റാ സെറ്റ്സ് ഡൗൺലോഡ് ചെയ്യുക, ആൻഡ് ദെൻ ആ ഡേറ്റ വെച്ചിട്ട് അനാലിസിസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യും. ഓക്കെ, ആൻഡ് അത് ചെയ്ത് കഴിയുമ്പോൾ അതെന്താവും, അതൊരു പ്രോജക്റ്റ് ആയിട്ട് മാറും. അത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്ത് വെക്കുകയും ചെയ്യും. അപ്പം ഇത് നമ്മുടെ പോർട്ട്ഫോളിയോനെ ഒന്ന് സ്റ്റാൻഡ് അലോൺ ആക്കാൻ, അതായത് കുറച്ച് ബെറ്റർ ആക്കാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഡേറ്റാ സയന്റിസ്റ്റ് ആവാൻ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഏരിയയിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അപ്പൊ ശരിയായ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക, ഒരു പ്രോപ്പർ ലേണിംഗ് പാത്ത് ഫോളോ ചെയ്യുക, പിന്നെ പ്രോജക്ട്സ് വഴി പ്രാക്ടിക്കൽ സ്കിൽസും ഡെവലപ്പ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഡേറ്റാ സയൻസ് വിത്ത് GenAI,
ഡേറ്റ അനലിറ്റിക്സ് കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനായി ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോനായി കാണാം. അതുവരെ ഹാപ്പി ലേൺ.